ഇന്ന് വൈകുന്നേരമാണ് ഹാജിമാർ മീനായിലേക്ക് നീങ്ങുക. 1,75,000-ലേറെ ഇന്ത്യൻ ഹാജിമാർ ഇന്ന് രാത്രിയോടെ മീനായിലെത്തും. കനത്ത സുരക്ഷയിലാണ് ഈ താഴ്വര. പെർമിറ്റില്ലാത്തവർക്ക് പുണ്യനഗരികളിലേക്ക് കടക്കാനാകില്ല. ഹജ്ജ് ഏജൻസികൾ ഏർപ്പെടുത്തുന്ന ബസ്സുകളിലാകും ഹാജിമാർ മീനായിലെത്തുക. നാളെ ഹാജിമാർ മീനായിൽ തങ്ങും. All of the pilgrims from India have arrived and they are now in Makkah. On 13th June, from the evening, the pilgrims will start moving to the holy sites of Mina. And from 14th June, late in the evening, they will start moving towards Arafat. ശനിയാഴ്ച മെട്രോ ട്രെയിനിലും ബസ്സുകളിലുമായി അറഫ സംഗമത്തിനായി ഹാജിമാർ നീങ്ങും. മഹറമില്ലാത്ത വിഭാഗത്തിലെ 5000-ലേറെ വനിതകൾക്ക് പ്രത്യേകം സൗകര്യങ്ങളുണ്ടാകും. മീനായിക്ക് പോകാൻ ഒരു പേടിയുമില്ല. അള്ളാനെ ഏൽപ്പിച്ച് വരുന്ന എന്താണോ വരുന്നത് അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുങ്ങി നിൽക്കുക. ഇനിയിപ്പം ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബേജാറ്. ഇവിടുന്ന് എങ്ങനെ പോകുക എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അറഫ കഴിഞ്ഞാൽ ഹാജിമാർ സ്വന്തം നിലക്കാകും കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഅബക്കരികിലേക്ക് പോവുക. ഈ സമയം പരമാവധി സംഘങ്ങളായി നീങ്ങണമെന്ന് ഹാജിമാർക്ക് നിർദ്ദേശമുണ്ട്. NDS ഒക്കെ നല്ല ഹെൽപ്പായിട്ട് ഞങ്ങളെ സ്വീകരിക്കുകയും വേണ്ടിയ സാധനങ്ങൾ തരികയും ഒക്കെ ചെയ്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല ഇതുവരെ. ഇനിയിപ്പോൾ എന്താണെന്നറിയൂല. ചൂടുൾപ്പെടെ നേരിടാനുള്ള നിർദ്ദേശം ഹാജിമാർക്ക് നൽകിയിട്ടുണ്ട്. നാട്ടിലെ ചൂട് കാലം യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടുത്തെ ചൂട് അനുഭവിക്കാനുള്ള ഒരു പരിശീലനമായെന്നാണ് തോന്നുന്നത്. അർത്ഥത്തിൽ നമുക്ക് വലിയ പ്രയാസം തോന്നുന്നില്ല. മദീനയിലൊക്കെ ഉണ്ടായിരുന്ന ആ ചൂട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചൂട് കുറഞ്ഞതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. മദീനയിലൊരു ചൂട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം നമ്മൾ നല്ലവണ്ണം കുടിക്കും. ധാരാളമായി വെള്ളം പാക്കറ്റ് എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് സംസം ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. 200 ഹാജിമാർക്ക് ഒരു വളണ്ടിയർ എന്ന വീതം കേരളത്തിൽ നിന്നും ഏതാണ്ട് 90ഓളം വളണ്ടിയർമാരും ഇത്തവണ എത്തിയിട്ടുണ്ട്. മുഴുവൻ ഹാജിമാർക്കും വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ടാഗുകളും വളകളും നൽകിയതിനാൽ വഴിതെറ്റിയാലും ഹാജിമാർക്ക് സ്വസ്ഥമായി തിരികെ തമ്പുകളിലേക്ക് എത്താനാകും. മക്കയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1.